നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖം മിനുക്കി കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലയിൽ 10 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പ്രവൃത്തിയും വേഗത്തിലാണെന്നും മന്ത്രി. തെയ്യം അനുഷ്ഠാന കല അവഹേളിക്കുന്നത് അത്യന്തം നിന്ദ്യമെന്ന് മലയൻ സമുദായോദ്ധാരണ സംഘം. രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ. കപ്പലിൽ കയറാം കടലിലിറങ്ങാതെ കണ്ണൂരിനി DJ രാവുകൾ സമ്മാനിക്കുന്നത് പാലക്കാടൻ DJ അമ്യൂസ്മെന്റ് ടീം. ഒരുങ്ങാം ഓണാഘോഷങ്ങളുമായി. വാർത്തകൾ വിശദമായി. മട്ടന്നൂർ, ഇരിട്ടി, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന റവന്യൂ ടവറുകളുടെ നിർമ്മാണം അതിവേഗത്തിലാക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. കലക്ട്രേറ്റിലെ നവീകരിച്ച ഓഡിറ്റോറിയം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,29 ലക്ഷം രൂപ ചെലവിലാണ് ഓഡിറ്റോറിയം നവീകരിച്ചത്. ജില്ലയിലെ പുതിയ റവന്യൂ ടവറുകൾ യാഥാർത്ഥ്യമായാൽ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഏറെ ഗുണം ചെയ്യും. ജില്ലയിലെ 10 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പ്രവൃത്തിയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. കളക്ടറേറ്റ് ഒരു നവീകരിക്കപ്പെട്ട ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. 2020-21 റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുവദിച്ച 1,29 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കണ്ണൂരിലെ കളക്ട്രേറ്റിലെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാകുന്ന വിധത്തിൽ നിലവിലുണ്ടായിരുന്ന ഓഡിറ്റോറിയത്തെ കൂടുതൽ നവീകരിച്ച് ഏറ്റവും മനോഹരമായി ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ സിവിൽ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച 72 ലക്ഷം രൂപ ചിലവാക്കിയാണ് അത്യാധുനിക രീതിയിൽ ഈ ഓഡിറ്റോറിയം ഇപ്പോൾ നവീകരിച്ച് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇലക്ട്രിക്കൽ വിഭാഗം പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കായി ചെലവഴിച്ച 50 ലക്ഷം രൂപയും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഒരുക്കുന്നതിനായി ഇലക്ട്രോണിക്സ് വിഭാഗം ചെലവഴിച്ച 7 ലക്ഷം രൂപയുടെയും പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഇങ്ങനെ തന്നെ സംസ്ഥാനത്തെ കളക്ട്രേറ്റുകളിൽ ഏറ്റവും നവീകരിക്കപ്പെട്ട ഒരു ഓഡിറ്റോറിയമാണ്, അഥവാ ഇപ്പോൾ നിലനിൽക്കുന്ന കളക്ട്രേറ്റ് ഓഡിറ്റോറിയങ്ങളിൽ ഏറ്റവും വലിയ വിപുലമായിട്ടുള്ള വലിപ്പമുള്ള ഓഡിറ്റോറിയം കൂടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഇപ്പോഴത്തെ നവീകരിക്കപ്പെട്ട കളക്ട്രേറ്റിന്റെ ഓഡിറ്റോറിയം. സീലിംഗ്, വാൾ പാനലിംഗ്, ഫ്ലോറിംഗ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം, മൾട്ടിമീഡിയ പ്രൊജക്ടർ എന്നിവയാണ് സജ്ജമാക്കിയത്. കൂടാതെ കലക്ട്രേറ്റിലെ വിവിധ ഓഫീസുകളിൽ LED പാനൽ ലൈറ്റുകൾ, തകരാറിലായ ഫാനും സ്വിച്ചും മാറ്റി സ്ഥാപിക്കൽ, 160 kV ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ എന്നീ പ്രവൃത്തികളും നടത്തി. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VP സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ, ADM KK ദിവാകരൻ, സബ് കളക്ടർ സന്ദീപ് കുമാർ, RDO EP മേഴ്സി, ഡെപ്യൂട്ടി കളക്ടർ TV രഞ്ജിത്ത്, സർവേ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ സുനിൽ ഫെർണാണ്ടസ്, സിനിമാ താരം മീനാക്ഷി ദിനേശ്, ഗായിക പല്ലവി രതീഷ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ജീവനക്കാരുടെ കലാവിരുന്ന് സമന്വയം 2023 അരങ്ങേറി. സോ ഓൾ ദി ബെസ്റ്റ്. അതല്ല, ഓണം വരാൻ പോവാണ്. സോ എന്റെ ഭാഗം എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം കൂടി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഉന്നത വിജയികൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമുള്ള അനുമോദനവും നവാഗതർക്കുള്ള സ്വീകരണവുമാണ് നൽകിയത്. പല മുഖങ്ങളും വളരെ കാലത്തിന് ശേഷം കാണാൻ പറ്റി. പല ആൾക്കാർ റിട്ടയർ ആയത് ഇപ്പോഴാണ് അറിഞ്ഞത്. ചില ആൾക്കാർ റിട്ടയർ ആദ്യം വന്നിട്ടുണ്ട്. എല്ലാവരും എനിക്ക് ഏകദേശം അറിയാം. പക്ഷേ രൂപഭാവങ്ങൾ കൊണ്ട് കുറെ ആൾക്കാർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു കുടുംബത്തിൽ എത്തിയതുപോലെ ഞാൻ കരുതുന്നു.
2022-23 വർഷത്തെ SSLC, +2 മറ്റു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും ജെനോമിക്സി 6 ബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ കുമാരി അനുശ്രീ ലക്ഷ്മി ശിവദാസ്, സംഘടനാംഗങ്ങളുടെ മക്കൾ, പേരമക്കൾ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സംഘടനാംഗങ്ങൾ എന്നിവർക്ക് അനുമോദനവും നവാഗതരായ സംഘടനാംഗങ്ങൾക്ക് വരവേൽപ്പുമാണ് നടത്തിയത്. ജില്ലാ പോലീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ KSPPWA പ്രസിഡന്റ് മുയ്യം രാഘവൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ദിലീപ് ബാലക്കണ്ടി, സെക്രട്ടറി MG ജോസഫ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ബാലൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്യാം സുന്ദർ, റിട്ടയർഡ് അഡീഷണൽ SP AV പ്രദീപ്, KSPPWA ജില്ലാ വൈസ് പ്രസിഡന്റ് TK കുഞ്ഞിരാമൻ നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് അക്കാദമി കെന്യൂറിയു കരാട്ടെ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർ ഡോജോ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2023 തുടക്കമായി. മരക്കാർ കണ്ടി ചന്ദ്രശേഖർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കണ്ണൂർ MLA രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഔപചാരികമായ ഉദ്ഘാടനം നിലവിലെ നിർമ്മാണത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഔപചാരികമായി നിർമ്മിക്കുന്നതായി സ്നേഹാദരവുകളെ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും കരാട്ടെ അസോസിയേഷൻ റഫറി കമ്മീഷൻ ചെയർമാൻ P സുനിൽകുമാർ മുഖ്യാതിഥിയായി. അക്കാദമി ചീഫ് റൻഷി നൌഫൽ ഗുരുക്കൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് സിയാദ് തങ്ങൾ, ഖലീൽ ചൊവ്വ, കണ്ണൂർ SA ഹാരിസ് വാഴയിൽ, റയീസ് VC, TK പ്രദീപൻ, അബ്ദുൾ ഖല്ലാഖ്, ജിനിഷ ജൂലിയറ്റ്, ഷഹല ഷക്കീർ PP, ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. മുഖം മിനുക്കി കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് റവന്യൂ മന്ത്രി K രാജൻ. ജില്ലയിൽ 10 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പ്രവൃത്തിയും വേഗത്തിലാണെന്നും മന്ത്രി. തെയ്യം അനുഷ്ഠാനകല അവഹേളിക്കുന്നത് അത്യന്തം നിന്ദ്യമെന്ന് മലയൻ സമുദായോദ്ധാരണ സംഘം. രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ. കപ്പലിൽ കയറാം കടലിലിറങ്ങാതെ കണ്ണൂരിനി DJ രാവുകൾ സമ്മാനിക്കുന്നത് പാലക്കാടൻ DJ അമ്യൂസ്മെന്റ് ടീം. ഒരുങ്ങാം ഓണാഘോഷങ്ങൾക്ക്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ.
കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സ്ഥലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് നടത്തിവരുന്ന ഓണം സ്പെഷ്യൽ ഡ്രൈവ് ഡ്യൂട്ടിയുടെ ഭാഗമായി ശ്രീകണ്ഠാപുരത്തും പൂച്ചംചാൽ ഭാഗത്തു നിന്നും വാറ്റ് കേന്ദ്രങ്ങൾ കണ്ടെത്തി. ഇവിടെ നിന്നും പിടിച്ചെടുത്ത 310 ലിറ്ററോളം വാഷ് നശിപ്പിക്കുകയും ചെയ്തു. ഉടമസ്ഥനെ കണ്ടെത്തുന്നതിനായി അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവ് ഡ്യൂട്ടിയുടെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ PR സജീവന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം റേഞ്ച് പരിധിയിൽപ്പെട്ട വലിയ അരീക്ക മല, കുന്നിൻ ചെരുവിലുള്ള തോട്ടുംചാലിന് സമീപം പാറക്കെട്ടുകൾക്കിടയിലാണ് വലിയ തോതിൽ വാറ്റുചാരായം നിർമ്മിച്ച് സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 250 ലിറ്റർ വാഷും വാറ്റ് സാമഗ്രികളും കണ്ടെടുത്തു. ചെറിയ കല്ലുകൾ കൊണ്ട് ചതുരാകൃതിയിൽ കെട്ടിയുണ്ടാക്കി പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചതിൽ വാഷ് സൂക്ഷിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആലക്കോട് റേഞ്ച് പരിധിയിൽപ്പെട്ട പൂവഞ്ചാൽ കവുങ്ങും തണ്ണിക്ക് സമീപത്തുള്ള കലുങ്ങിന്റെ അടിവശവും മറ്റൊരു വാറ്റ് കേന്ദ്രം കണ്ടെത്തി. ഓണാഘോഷം മുന്നിൽ കണ്ട് വാറ്റുചാരായം ഉണ്ടാക്കുന്നതിനായി നിർമ്മിച്ച 60 ലിറ്റർ വാഷാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത്. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ അഷറഫ് മലപ്പട്ടം, സിവിൽ എക്സൈസ് ഓഫീസർ PR വിനീത്, TV ശ്രീകാന്ത്, എക്സൈസ് ഡ്രൈവർ PV അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ വിൽപ്പന നിരോധിച്ച മാഹി മദ്യവുമായി യുവാവിനെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിട്ടി പൊന്നാട് സ്വദേശി VK സജേഷിനെയാണ് പോലീസ് പിടികൂടിയത്. പഴയ ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിനടുത്ത് വെച്ചാണ് 5 കുപ്പി മദ്യവുമായി ഇയാളെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. തെയ്യം എന്ന അനുഷ്ഠാന കർമ്മത്തെ വികലമായും വികൃതമായും പൊതുവേദികളിലും സാംസ്കാരിക പരിപാടികളിലും അവതരിപ്പിക്കുന്നത് നിർത്തൽ ചെയ്യണമെന്ന് സംസ്ഥാന മലയൻ സമുദായോദ്ധാരണ സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പിന്തുണ നൽകുന്നത് പ്രതിഷേധാർഹമാണ്. കോലധാരികൾക്ക് പെൻഷനും ക്ഷേമനിധിയും ഏർപ്പെടുത്തണമെന്നും സംസ്ഥാന പ്രസിഡന്റ് M കൃഷ്ണൻ പറഞ്ഞു. കോലാധാരികളെയും ക്ഷേത്ര യശ്മാന്മാരെയും വെല്ലുവിളിക്കുകയും ആക്ഷേപം ചൊരിയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ചട്ടക്കൂട് നിലവിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ നൽകുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യം, ഞങ്ങളുടെ പ്രധാനമായിട്ട് കോലധാരികളാണ് സംഘടനയുടെ പ്രവർത്തകന്മാർ. അപ്പോൾ ഈ കോലധാരികളെന്ന് പറയുമ്പോൾ ഈ തെയ്യത്തെ ഇന്ന് വളരെ വികലമായി എല്ലാ മേഖലകളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയായാലും സാമൂഹ്യ മേഖലയായാലും അതുപോലെ രാഷ്ട്രീയ മേഖലയായാലും ജാഥകളായാലും ഒക്കെ വളരെ വികലമായി വികൃതമായി അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതിന് വളരെയേറെ പ്രയാസം ഞങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ക്ഷേത്രമുറ്റത്ത് നടക്കുന്ന ഭയഭക്തി ബഹുമാനങ്ങളോടെ കൊണ്ടാടുന്ന തെയ്യത്തെ ഇങ്ങനെ വികലമായി എന്തൊക്കെയോ രൂപം കെട്ടിച്ച് തെയ്യമായി റോഡിലൂടെ നടക്കുന്നത് കാണുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നുണ്ട്. അത് നിർത്തൽ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം. നേരത്തെ ഉത്തര മലബാറിൽ മാത്രം പ്രവർത്തിച്ച സംഘടന സംസ്ഥാന തലത്തിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. അവശതയിലും അവഗണനയിലും കഴിയുന്ന കോലാധാരികളായ സമുദായങ്ങൾക്ക് ഇന്ന് പട്ടിണിയും പരിവട്ടവുമാണ് ഉള്ളത്. 50 വയസ്സ് കഴിഞ്ഞ മുഴുവൻ കോലാധാരികൾക്കും പെൻഷൻ അനുവദിക്കണം, തെയ്യക്കോലാധാരികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നും കോലാധാരി ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് ESI ആനുകൂല്യം നടപ്പിലാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് M കൃഷ്ണൻ, അനീഷ് പണിക്കർ, പവിത്രൻ പള്ളിക്കുന്ന്, CP പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു.
കണ്ണൂർ കീഴ്പള്ളി അയ്യൻകുന്നിൽ സായുധ മാവോയിസ്റ്റ് സംഘമെത്തി. വിയറ്റ്നാം അങ്ങാടിയിൽ മാവോയിസ്റ്റുകൾ പ്രകടനം നടത്തി. ആറളം ഫാം ആദിവാസികൾക്ക് എന്നെഴുതിയ പോസ്റ്ററും വിയറ്റ്നാം അങ്ങാടിയിൽ പതിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇവർക്കായി തെരച്ചിൽ തുടങ്ങി. നേരത്തെയും ഇവിടെ മാവോയിസ്റ്റ് സംഘമെത്തിയിരുന്നു. CPI മാവോയിസ്റ്റ് കബനി ഏരിയ സമിതി എന്നാണ് പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്നത്. 3 സ്ത്രീകൾ അടങ്ങുന്ന 11 അംഗ സംഘമാണ് തോക്കുകളുമായി വൈകുന്നേരം കീഴ്പള്ളി അയ്യൻകുന്നിലെത്തി പ്രകടനം നടത്തിയത്. ആറളം ഫാമിലെ തൊഴിലാളികളല്ല, ഫാമിന്റെ ഉടമകളാണ് എന്നെഴുതിയ പോസ്റ്ററുകൾ പതിച്ചു. 1 മണിക്കൂറിന് ശേഷമാണ് സംഘം കാട്ടിലേക്ക് മടങ്ങിയത്. 1 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് ഈ പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് സംഘം എത്തുന്നത്. വിയറ്റ്നാം കോളനി, ഇത് കോളനി അല്ല, കോളനി അപ്പുറം. ഇത് വിയറ്റ്നാം സ്ഥലം. പിന്നെ ഈ റോഡ് ഇത് നമ്മൾ പോസ്റ്റൊക്കെ റോഡാണ്. ഇല്ല, 1/2 കിലോമീറ്റർ കഷ്ടി 700 മീറ്റർ. അവിടെ ഇവര് പോലീസ് ഇവിടെ നിൽക്കുമ്പോ അവരവിടെ ഉണ്ട്. അവിടെ മുകളിലുണ്ട്. ഇവിടെ സാധനം തിരിച്ചവിടെ അവിടെ എത്തിയത്. പോലീസ് എത്ര മണിക്കാ വന്നേ? ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ തന്നെ പോലീസ് എപ്പോഴാ വന്നിട്ടുണ്ടോ? അതിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ അവരെ വണ്ടി തിരിച്ചു പോയി. ഇവര് മുകളിൽ നിൽക്കുമ്പോൾ പോലീസ് പറയുമ്പോ പിന്നെ ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയില്ലേ, ആ വണ്ടി വന്ന് പോയി തിരിച്ച് അപ്പൊ തന്നെ അവര് ആ വണ്ടി പോയ പാടെ ഇവര് വന്നായിരുന്നു. അവരിന്നലെ ഉച്ചക്ക് രാവിലെ എല്ലാം വന്നു. ഇതിനകത്ത് വേറെ സംഭവിച്ചാല് ഇവര് മുകളിൽ ഉണ്ടെന്നേരം ഓൾറെഡി മുകളിൽ നിൽക്കുമ്പോ പോലീസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് പോലീസുകാർ എന്ത് ചെയ്തിട്ടും മുകളിലേക്ക് വന്നിട്ടില്ല. എന്താ പറയുക നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അതിൽ വേറെ ഒന്നുണ്ട്. അവരെയും തോക്കൊണ്ട് ഇവർ തോക്കൊണ്ട് എപ്പോൾ പിടിച്ചെങ്കിൽ അവർ പറഞ്ഞു നിങ്ങൾ പേടിക്കണം, ഞങ്ങൾ പോകാണ്ട് വരില്ല എന്ന് തന്നെ പറയുന്നത്. ഒരു പോലീസ് ഇങ്ങോട്ട് വരില്ല അവർ പറയുന്നുണ്ട്. അവിടെ അത്രയും ജനങ്ങളില്ല, ആ കൊച്ചു കുട്ടികളും പെണ്ണുങ്ങളും എന്തിനാ. 2 ആഴ്ച മുമ്പ് സമീപ പ്രദേശമായ അയ്യന്തോളിൽ 5 അംഗ സംഘം എത്തിയിരുന്നു. വിവരം ലഭിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി ഇവർക്കായി അന്വേഷണം തുടങ്ങി. നെല്ലിയുടെ ബ്രാൻഡിൽ വസ്ത്രങ്ങൾ സ്വന്തമായി ഡിസൈൻ ചെയ്യാനുള്ള ജാർക്ക് സ്ഥാപനം ജാർക്ക് ഗ്ലോബൽ വെഞ്ചറിന്റെ പുതിയ സംരംഭം കണ്ണൂരിൽ ആരംഭിക്കുന്നു. പ്രശസ്ത വസ്ത്ര ബ്രാൻഡായ നെല്ലിയുടെ ഡിസൈൻ വസ്ത്രങ്ങൾ അവരവർക്കിണങ്ങിയ രീതിയിൽ ജാർക്കിൽ ലഭ്യമാക്കും. കണ്ണൂർ കൊല്ലറത്തിങ്കൽ MJC കോംപ്ലക്സിലെ ജാർക്ക് സെന്ററിലുള്ള സംരംഭത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 14 തിങ്കളാഴ്ച നടക്കും. ജാർക്ക് ഗ്ലോബൽ വെഞ്ചറിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം 13 വൈകിട്ട് സയ്യിദ് അസ്ലം തങ്ങൾ അൽ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തർദേശീയ ശ്രദ്ധ നേടിയ നെല്ലിയുടെ ഡിസൈനുകൾ ജാർക്ക് വഴി നമ്മുടെ നാട്ടിലും ലഭ്യമാക്കുന്നു. സിനിമ ഇൻഡസ്ട്രികളിലും ബിസിനസ് മാഗ്നറ്റുകൾക്കും ലഭ്യമായിരുന്ന നെല്ലിയുടെ പ്രതിഭാസ്പർശം ഇനി എല്ലാ വിഭാഗക്കാർക്കും ലഭ്യമാക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. അന്തർദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഡിസൈനറാണ് അദ്ദേഹം. ഒരുപാട് ഇന്ത്യയിലെ പോപ്പുലർ സിനിമകൾക്ക് വേണ്ടി കോസ്റ്റ്യൂം ഡിസൈനിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും നടത്തിയിട്ടുള്ള ആളാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. പഠനകാലത്ത് തന്നെ ഫാഷൻ ഷോകളും ഫാഷൻ ഈവൻസുകളും ഒരുപാട് സംഘടിപ്പിച്ച വളരെ കഴിവുള്ളൊരു ഡിസൈനറാണ്. അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ കണ്ണൂരിൽ ലഭിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ ഫാഷൻ ലോകത്ത് ഒരു മുതൽക്കൂട്ടായിരിക്കും. ബോളിവുഡിലെയും മോളിവുഡിലേക്കുള്ള ഒരുപാട് ആക്ടേഴ്സിന് അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ ബ്രാൻഡുകൾ ചെയ്യുന്നതിന് വേണ്ടിയും അവരുടെ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഈവൻറ്റ്സ് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഈവൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. വളരെ പരിചയസമ്പന്നനായ കണ്ണൂർക്കാരനാണെങ്കിലും ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഡിസൈനറാണ്. നമുക്ക് കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്ക് സാധാരണക്കാർക്ക് പോലും ഫാഷൻ ഡിസൈൻ ഒരു പക്ഷേ വളരെ വില കൂടിയ ഇതായിട്ടാണ് നമ്മളുടെയൊക്കെ സങ്കല്പം. പക്ഷെ അത് സാധാരണക്കാർക്കും ലഭ്യമാകുന്ന രീതിയിൽ പ്രാപ്യമാകുന്ന രീതിയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ ജാർക്ക് ഗ്ലോബൽ വെഞ്ചർ ഡയറക്ടർമാരായ കബീർ കണ്ണാടിപ്പറമ്പ്, ജാബിർ KV, ഫാഷൻ ഡിസൈനർ നെല്ലി ഫുആദ് സൈനിൻ, ഫാറൂഖ് കോട്ടക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു. പനി ബാധിച്ച് 5 വയസ്സുകാരൻ മരിച്ചു. ചെറുകുന്ന് കവണിശ്ശേരി മുണ്ടത്തടത്തിൽ ആരവ് നിഷാന്താണ് മരിച്ചത്. നിഷാന്ത് ശ്രീജ ദമ്പതികളുടെ മകനും ഒതേമാടം UP സ്കൂൾ വിദ്യാർത്ഥിയുമാണ്. ഓണം ഫെയറിന് തുടക്കമായി. ടൈറ്റാനിക് മാതൃകയിലാണ് ഇത്തവണത്തെ ഓണം ഫെയർ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് കൗതുകം ഉളവാക്കുന്ന രീതിയിലുള്ള നിർമ്മിതിയുടെ പിറകിൽ പാലക്കാടുള്ള DJ അമ്യൂസ്മെൻ്റാണ്. കഴിഞ്ഞ തവണ ഇവർ ഒരുക്കിയ ലണ്ടൻ ബ്രിഡ്ജിന് വൻ സ്വീകാര്യതയായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പോലീസ് മൈതാനിയിലാണ്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഫെയർ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. കൂടാതെ ടൈറ്റാനിക് ഇവിടെ വരുന്ന മുഴുവൻ ആളുകളെയും ആകർഷിക്കുന്ന രീതിയിലാണ് ടൈറ്റാനിക്കും ഫെയറും ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ടൈറ്റാനിക്കിനകത്തേക്കൊന്ന് പോകാം.
ശരിക്കും ഒരു ടൈറ്റാനിക് ഒറിജിനൽ ആയിട്ട് ഒരു കപ്പലിനകത്ത് എങ്ങനെയാണോ നമ്മളുള്ളത് അതേ പ്രതീതിയാണ് നമുക്ക് ഒരു അനുഭവം വരുന്നത്. ടൈറ്റാനിക്കിലെ ഡക്കിലാണ് ശരി, ടൈറ്റാനിക്കിന്റെ ഡക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇനിയും വളരെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് കുറേ ദൂരം നടക്കാനുണ്ട്. നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് നീങ്ങാം. എൻ്റെ യാത്രയിൽ നമുക്ക് സകലവിധ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മൾ ഈ കപ്പൽ അതുപോലെ തന്നെ വേറെ ബോട്ടുകളെല്ലാം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ സ്പീഡ് കുറച്ച് പോയി സൈഡിലാക്കി ചെയ്താൽ മാത്രമേ കപ്പൽ നമ്മുടെ ദൂരെ കൊണ്ടുപോയിട്ട് ഇതിപ്പോൾ നമ്പൂർ വിട്ടിട്ട് എത്ര ദിവസമായി? നമ്പൂരെ വിട്ടിട്ട് ഇന്നൊക്കെ 2 ദിവസം. ശരി, ഇനി കുറേ ദിവസം ഇവിടെ കാണുമല്ലോ അല്ലേ? കുറേ ദിവസം ഇവിടെ കാണും. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവും. ടൈറ്റാനിക്കിൻ്റെ ഉൾവശം ഡക്ക് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വിശ്വവിഖ്യാതമായ ടൈറ്റാനിക് എന്ന സിനിമയാണ്. ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന ഈ രംഗം. ഓണമിങ്ങെത്താറായി, പുത്തൻ ഉടുപ്പുകൾ വാങ്ങണം. അതിനു മുന്നേ ചൂട് പിടിച്ച പരീക്ഷാക്കാലമാണ്. ഇതിനൊക്കെ ശേഷം വേണം ഈ കപ്പലിലൊന്ന് കയറാൻ. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആവേശത്തിലാണ് ഇത്തവണത്തെ ടൈറ്റാനിക് തീം ഓണം ഫെയർ കാണാൻ ഒത്തിരിയേറെയുണ്ട് ഈ കപ്പലിൽ. ഓർമ്മകൾ ടൈറ്റാനിക് മൂവിയിലേക്ക് നയിക്കുന്ന ചിത്രങ്ങളും നല്ല രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവയൊക്കെ ആവേശത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവർ. എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന ഗാനം പോലെ തന്നെ എവർ മെമ്മറബിൾ കാഴ്ചകളാണ് ടൈറ്റാനിക് സമ്മാനിക്കുന്നത്. കുട്ടികളായിരിക്കും ഏറെ ആശ്ചര്യപ്പെടുക എന്നത് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പാലക്കാടൻ DJ അമ്യൂസ്മെന്റിന്റെ മറ്റൊരു കലാസൃഷ്ടി കൂടെയാണ് കണ്ണൂർ ഇത്തവണ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നത്. ടൈറ്റാനിക് ഡിസൈൻ ചെയ്തത് ഏറ്റവും കൂടുതൽ പ്രവർത്തനം വഹിച്ച ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഏതായാലും ഇവിടെ തന്നെ നമുക്കറിയാം ഈ ടൈറ്റാനിക് ഈ രൂപത്തിൽ ആൾക്കാർ എത്ര ദിവസം എടുത്തിട്ടുണ്ട്? ഇവിടുന്ന് പറഞ്ഞ 25 ദിവസം കൊണ്ടാണ് ഇവരിത് ഇത്രയും വലിയ ഒരു കപ്പൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. നമ്മൾ ഈ ടൈറ്റാനിക്കിന്റെ അകം മുഴുവൻ നടന്നു കണ്ടു. ശേഷം ഇപ്പോഴുള്ളത് DJ അമ്യൂസ്മെന്റിന്റെ മെയിൻ ഓഫീസിലാണ്. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയുന്നതിന് അതിന്റെ മാനേജറോട് തന്നെ ചോദിക്കും. കേരളത്തിൽ ഒരു വലിയൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ണൂരാണ് നിലനിൽക്കുന്നത്. നമ്മൾ 3 പ്രാവശ്യം നമ്മൾ അങ്ങനെ ആയിരുന്നു. നോഹയുടെ പെട്ടകം, ലണ്ടൻ വെച്ച്. അപ്പോൾ വളരെ സക്സസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കണ്ണൂർ തിരഞ്ഞെടുത്തു. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ആശയങ്ങളും എല്ലാം ഞങ്ങളുടെ MD ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു 100-300 ആളുകൾ ഇതിൻ്റെ രാത്രിയും പകലും ജോലി ചെയ്താണ് നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയിലേക്ക് മാറ്റിയെടുത്തത്. ഇനിയും അതിൻ്റെ വർണ്ണഭംഗികൾ കൂട്ടാനായിട്ട് അതിൻ്റെ പ്രയത്നത്തിലാണ് ഞങ്ങൾ. ഇനിയും അതുമായി മുന്നോട്ട് പോകും. ഫെയറിനകത്ത് കയറിയ മുതിർന്നവർക്കും കുട്ടികൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സന്തോഷത്തോടെ ഇനി ഓണത്തെ വരവേൽക്കാനായി മടങ്ങാം. ക്യാമറമാൻ ദിനേഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. ചരിത്രമുറങ്ങുന്ന മാടായിപ്പാറയിൽ നീലവസന്തം. മൺസൂണിന്റെ വരവോടെ പാറ നിറയെ വളർന്നു നിൽക്കുന്ന കാക്കപ്പൂക്കളാണ് മാടായിപ്പാറയെ നീലക്കടലായി മാറ്റുന്നത്. യൂട്ടിക്കുലേറിയ ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന സസ്യങ്ങളുടെ ഇനത്തിൽപ്പെടുന്ന ചെടിയാണ് ഇത്. ഈ മാസം അവസാനത്തോടെ നീലവസന്തം അവസാനിക്കും. മഴ തുടങ്ങിയാൽ മാടായിപ്പാറ പച്ചപുതയ്ക്കും. ജൂലൈ അവസാനത്തോടെ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങും. പിന്നെ ഒരു മാസക്കാലം മാടായിപ്പാറയിൽ നീലപ്പൂക്കൾ വിരിഞ്ഞ് നിറഞ്ഞങ്ങനെ നിൽക്കും. യൂട്ടിക്കുലേറിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പൂവ് ഇത്രയധികം പൂത്തു നിൽക്കുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പൂക്കൾ കുറവാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണം. വേനൽക്കാലത്ത് കാരിപ്പുല്ലുകൾ നിറയുകയും അത് കഴിഞ്ഞാൽ കറുത്ത പാറക്കൂട്ടമാവുകയും ചെയ്യും മാടായിപ്പാറ. മഴക്കാലത്ത് വീണ്ടും തളിരിടും. പിന്നെ കാക്കപ്പൂവ് നിറയും. സെപ്റ്റംബറോടെ വെള്ള നിറത്തിൽ ചൂതുപൂവ് മാത്രമായിരിക്കും ഇവിടെ. അപൂർവമായി മാത്രം കാണുന്ന കൃഷ്ണപ്പൂവും മാടായിപ്പാറയുടെ സൗന്ദര്യമാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5465, പവന് 43,720 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പ്. ITI കൗൺസിലിംഗ് 2023 കൂത്തുപറമ്പ് ഗവൺമെന്റ് ITI പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിച്ച അപേക്ഷകർ ഓഗസ്റ്റ് 14 ITIയിൽ കൗൺസിലിംഗിന് ഹാജരാവണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വനിതാ വിഭാഗത്തിൽ 269നും 240നും ഇടയിൽ ഇൻഡെക്സ് മാർക്കുള്ളവർ 10 മണിക്കും, പുരുഷ വിഭാഗത്തിൽ 285നും 250നും ഇടയിൽ മാർക്ക് ഉള്ളവർ 11 മണിക്കുമാണ് ഹാജരാവേണ്ടത്. അന്ന് ഹാജരായവരെ മാത്രമേ പിന്നീട് പ്രവേശനത്തിന് പരിഗണിക്കൂ. ഫോൺ നമ്പർ 0490236455. ഗസ്റ്റ് ലെക്ചർ ഒഴിവ്. IHRDയുടെ പട്ടുവം കയ്യന്തടുത്തുള്ള അപ്ലൈഡ് സയൻസ് കോളേജിൽ ഹിന്ദി മലയാളം ഗസ്റ്റ് ലെക്ചർ ഒഴിവുണ്ട്. 85% മാർക്കോടെ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. നെറ്റുള്ളവർക്ക് മുൻഗണന. UGC നെറ്റ് യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. ഓഗസ്റ്റ് 15-നകം അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 8547005048. സംരംഭക ബോധവൽക്കരണ ശില്പശാല ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും മാലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 14 രാവിലെ 10:30 സംരംഭക ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കുന്നു. മാലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി ഉദ്ഘാടനം ചെയ്യും. ഫോൺ നമ്പർ 9400401293. ഹിന്ദി ട്രെയിനിങ്ങിന് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അധ്യാപക കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ 2ാം ഭാഷ ഹിന്ദിയിലുള്ള +2 അല്ലെങ്കിൽ BA ഹിന്ദി പാസ്സായവർക്കും അപേക്ഷിക്കാം. +2 2ാം ഭാഷ ഹിന്ദി അല്ലാത്തവർ പ്രചാര സഭകളുടെ അംഗീകാര ഹിന്ദി കോഴ്സ് ജയിച്ചിരിക്കണം. പ്രായം 17നും 35നും ഇടയിൽ. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്കക്കാർക്കും സീറ്റ് സംവരണവും ഫീസ് ഇളവും ലഭിക്കും. അവസാന തീയതി ഓഗസ്റ്റ് 26. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും പ്രിൻസിപ്പൽ ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രം, അടൂർ, പത്തനംതിട്ട ജില്ല എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04734296,496. താൽക്കാലിക നിയമനം. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പുതുതായി അനുവദിച്ച ഓട്ടോമൊബൈൽ ലെക്ചർ, ഡെമോൺസ്ട്രർ എന്നീ തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. KPSC അംഗീകരിച്ച ബന്ധപ്പെട്ട വിഷയത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് 16 രാവിലെ 10:30 പോളിടെക്നിക് കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. ഫോൺ നമ്പർ 046022510033. റാങ്ക് പട്ടിക റദ്ദായി. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി 2020 ഓഗസ്റ്റ് 6 നിലവിൽ വന്ന SCV നമ്പർ റാങ്ക് പട്ടിക കാലാവധി പൂർത്തിയായതിൽ 2023 ഓഗസ്റ്റ് 6 മുതൽ റദ്ദായതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികവർഗ ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ, ചെണ്ടയും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന പദ്ധതി പ്രകാരം വാദ്യമേളം തൊഴിലാക്കിയുള്ളവരും ഉപകരണങ്ങൾ ആവശ്യമുള്ളതുമായ പട്ടികവർഗക്കാർ മാത്രമുള്ള ഗ്രൂപ്പുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഓഗസ്റ്റ് 18 3 മണിക്കകം ഇരിട്ടി, തളിപ്പറമ്പ്, പേരാവൂർ, കൂത്തുപറമ്പ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ കണ്ണൂർ ITDP ഓഫീസിലോ സമർപ്പിക്കണം. ഫോൺ നമ്പർ 049727000357. മരം ലേലം. പൊതുമരാമത്ത് നിരത്തുകൾ ഭാഗം കണ്ണൂർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് കീഴിൽ വരുന്ന റോഡ് അരികിലുള്ള മരം ഓഗസ്റ്റ് 17 രാവിലെ 11 മണിക്ക് ഓഫീസിൽ ലേലം ചെയ്യും. ലാറ്ററൽ എൻട്രി തത്സമയ പ്രവേശനം. ഈ അധ്യയന വർഷത്തെ 2ാം വർഷ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിന് കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിൽ തത്സമയ പ്രവേശനം ഓഗസ്റ്റ് 14 നടക്കും. ഫീസ് ഇനത്തിൽ ഒടുക്കേണ്ട തുക ATM കാർഡ് വഴിയും PTI വഴിയും അടക്കേണ്ട തുക പണമായും കരുതണം. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ വർഷം തോറും ക്ഷേമനിധി വിഹിതം അടച്ച് അംഗത്വം പുതുക്കേണ്ടതുണ്ട്. അതോടൊപ്പം മത്സ്യബന്ധന യാനങ്ങളുടെയും ഊന്നിവലകളുടെയും അംശാദായവും ബന്ധപ്പെട്ടവർ അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന യാന ഉടമകളും ഊന്നിവല ലൈസൻസികളും അംശാദായം കുടിശ്ശിക വരുത്തിയിട്ടുള്ളതായി കാണുന്നു. ഇതുമൂലം ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല. കുടിശ്ശികയായിട്ടുള്ള അംശാദായം ഒടുക്കുന്നതിന് ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ അവസരമൊരുക്കുന്നു. 2023 ഓഗസ്റ്റ് 16 മുതൽ 31 വരെ നടക്കുന്ന കുടിശ്ശിക നിവാരണ യജ്ഞത്തിൽ അംശാദായ കുടിശ്ശിക അടച്ച് അംഗത്വം പുതുക്കാവുന്നതാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖം മിനുക്കി കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലയിൽ 10 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ പ്രവൃത്തിയും വേഗത്തിലാണെന്നും മന്ത്രി. തെയ്യം അനുഷ്ഠാന കല അവഹേളിക്കുന്നത് അത്യന്തം നിന്ദ്യമെന്ന് മലയൻ സമുദായോദ്ധാരണ സംഘം. രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ.
കപ്പലിൽ കയറാം കടലിലിറങ്ങാതെ കണ്ണൂരിനി DJ രാവുകൾ സമ്മാനിക്കുന്നത് പാലക്കാടൻ DJ അമ്യൂസ്മെന്റ് ടീം. ഒരുങ്ങാം ഓണാഘോഷങ്ങളുമായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.